ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അഭി ഒരു പെൺകുട്ടിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആക്റ്റീവായാൽ ഒരു പെൺകുട്ടി വന്ന് ഇറങ്ങും. അവളോട് അഭി ചോദിക്കും, ഞാൻ പറഞ്ഞ കാര്യമൊക്കെ നീ ആലോചിച്ചായിരുന്നെന്ന്. റിസ്ക് ഉള്ള കാര്യമാണ്, എനിക്കെന്തെങ്കിലും തടയുമെങ്കിൽ മാത്രമേ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുള്ളൂ എന്ന് പറയും. അതൊന്നും സാരമില്ല, എന്തെങ്കിലും ഞാൻ നിനക്ക് തരാമെന്നൊക്കെ പറയും. എന്നാലും നിനക്ക് എന്ത് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് ചോദിക്കും. എനിക്ക് കുറച്ച് പൈസയൊക്കെ വരും എന്ന് പറയും. എന്നാലും എത്ര ലക്ഷം കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ പറയും 50 ലക്ഷമെന്ന്. 50 ലക്ഷമോ? എന്നാൽ അതിനകത്തുനിന്ന് നല്ലൊരു ശതമാനം എനിക്കും വേണമെന്ന് പറയും. നിനക്കൊരു 5 ലക്ഷം തരാമെന്ന് പറയും. 5 ലക്ഷമൊന്നും പറ്റത്തില്ല, ഇത്രയും റിസ്ക് ഉള്ളൊരു പരിപാടി എടുക്കുന്ന കാരണം ഞാൻ 10 ലക്ഷം വേണമെന്നാണ് പറയുന്നത്, നീ എനിക്ക് തന്നേ പറ്റത്തുള്ളൂ എന്ന് പറയും. ഞാൻ തരാം എന്ന് പറയും. എനിക്ക് തന്നേക്കണം, നിന്നെ എനിക്കത്ര വിശ്വാസമൊന്നും പോരാ, കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് നീ എൻ്റെ കൂടെ നടന്നു എന്നിട്ട് അവസാനം നൈസായിട്ട് തേച്ച് കളഞ്ഞവനല്ലേ എന്നൊക്കെ ചോദിച്ച് അബിയോട് ആ പെണ്ണ് സംസാരിക്കുന്നുണ്ട്. പിടിക്കപ്പെട്ട അകത്തു പോകുന്ന കേസാണ്, അതുകൊണ്ട് ക്യാഷ് ഉറപ്പായിട്ടും തന്നിരിക്കണമെന്ന് ശരണി എന്ന് പറയുന്ന ആ പെൺകുട്ടി പറയുന്നുണ്ട്. പിടിക്കപ്പെടാനൊന്നും പോകുന്നില്ല, നീ ധൈര്യമായിട്ട് അങ്ങ് ചെയ്തോളാൻ പറഞ്ഞ് അഭി വാക്ക് കൊടുത്തിട്ടാണ് ഇറങ്ങുന്നത് അവിടുന്ന്. പിന്നീട് അഭി ചെല്ലുന്നത് തൻ്റെ 2-3 കൂട്ടുകാരെടുത്തിട്ടാണ്. അവരുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് അവർ പറയുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ്സൊക്കെ ചെയ്യണ്ടേന്ന്. ഞാനൊരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അഭി പറയും. എന്നാൽ നീ ഈ ജ്യൂസ് കട മേടിച്ചു, അതെന്നാണല്ലോ അയാൾ വിൽക്കാനായിട്ട് വെച്ചിരിക്കുക എന്ന് പറയും. എന്നാൽ മേടിക്കാം, എത്ര രൂപ ഉണ്ട് നിൻ്റെ എന്ന് ചോദിക്കും. എൻ്റെ കയ്യിൽ 10-40 ലക്ഷം രൂപ ഉണ്ടെന്ന് പറയും. എന്നാൽ അത് വെച്ച് നമുക്കിത് തുടങ്ങിയേക്കാമെന്ന് അഭിയോട് കൂട്ടുകാരൻ പറയും. പിന്നെ നിനക്ക് നാണക്കേടൊന്നും ഇല്ലല്ലോ അല്ലേ, നീ മൂർത്തിസ് ഗ്രൂപ്പിലെ കൊച്ചുമകനൊക്കെ അല്ലേ എന്ന് പറയും. അതൊന്നുമില്ല, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ, അപ്പം ഞാൻ ഇതിനകത്തുണ്ടെന്ന് ആരും അറിയത്തേ ഇല്ലെന്നൊക്കെ അഭി പറയും. ആ സമയത്താണ് അഭിയെ ശബരിമലയ്ക്ക് പോയ സമയത്ത് എടുത്തിട്ട് ഇടിച്ച പോലീസുകാരൻ അങ്ങോട്ട് വരുന്നത്. അയാൾ മഫ്തി ഡ്രസ്സിലൊക്കെയാണ് വരുന്നത്. അന്നേരം അഭിക്ക് അയാളെ കാണുന്നതേ ദേഷ്യം വരുന്നു. എന്നിട്ട് കൂട്ടുകാരോട് പറയും, എടാ ഇന്നാൾ ഞാൻ പറഞ്ഞില്ലേ ശബരിമലയ്ക്ക് പോയപ്പോൾ എന്നെ എടുത്തിട്ട് അടിച്ച SIയുടെ കാര്യം, ദേ അയാളാ വരുന്നത് എന്ന് പറയും. ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഇയാളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൈ വെക്കണമെന്ന് ചോദിക്കും. വെച്ചേക്കാം, അയാളന്ന് എന്നെ ഒരുപാട് ഉപദ്രവിച്ചതാന്ന് പറഞ്ഞ് ഇവർ ചെന്നിട്ട് ഹെൽമെറ്റൊക്കെ തലയിൽ വെച്ചുകൊണ്ട് ആ SIയെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. അടിച്ച് അയാൾക്ക് എഴുന്നേക്കാൻ പറ്റാത്ത പരുവത്തിലാക്കിയിട്ട് അഭി മാത്രം മുഖത്തെ ഇത് ഹെൽമെറ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് പറയുന്നുണ്ട്, സാറിന് എന്നെ മനസ്സിലായോ, താൻ എന്നെ അന്ന് ആവശ്യമില്ലാതെ ഒരുപാട് എടുത്തിട്ട് അടിച്ചത്, അത് കാരണം അതിനുള്ള പകരം വീട്ടിലാണെന്നങ്ങ് വിചാരിച്ചാൽ മതിയെന്ന് പറയും. എന്തായാലും താൻ ഇതിന് കേസ് കൊടുത്താലും കുഴപ്പമില്ല, ഞാൻ നൈസായിട്ട് ഊരിപ്പോരത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കിയിട്ടാണ് ഇങ്ങോട്ട് പോരുന്നത്. അന്നേരം കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, ഇതുവല്ല കേസും ആവുകോടാന്ന്. കേസൊന്നും ആകത്തില്ല, കേസായാൽ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞ് അഭി ഇങ്ങ് വീട്ടിലോട്ട് പോരും. അഭി വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേന് സിറ്റൗട്ടിൽ തന്നെ നോക്കി ഇരിപ്പുണ്ട് ജലജ. അവിയോട് വരുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്, എടാ അങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടിയോന്ന്. ഞാൻ ഒരെണ്ണത്തിന് ഒപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. എന്നാലും അവൾ ചോദിക്കുന്ന റേറ്റൊക്കെ ഇച്ചിരി കൂടുതലാണെന്ന് പറയുന്നുണ്ട്. എത്രയാണെന്ന് ചോദിക്കും. 10 ലക്ഷമെന്ന്. 10 ലക്ഷമോ? നിനക്ക് എന്നെ തലയ്ക്ക് വല്ല വട്ടുണ്ടോ? വല്ല 10-10,000 കൊടുത്ത് കിട്ടുന്ന കേസ് വല്ലതും പിടിച്ചാൽ പോരായിരുന്നു, അവളെ പറഞ്ഞു വിടാൻ പറയും. അവളെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ കിട്ടത്തില്ല, ഇത് തന്നെ ഞാൻ ഒരു വിധത്തിലാണ് ഒപ്പിച്ചെന്ന് പറയും. എന്നാലും നീ എന്തിനാ ഇത്രയും കൂട്ടി പറഞ്ഞെന്ന് പറയും. 50 ലക്ഷത്തിൻ്റെ ചെക്ക് അവളുടെ കയ്യിലല്ലേ അമ്മയെ കിട്ടുന്നത്, അപ്പോൾ അവൾ 50 ലക്ഷം കാണും, അപ്പോൾ അതനുസരിച്ചുള്ള പൈസ വേണമെന്ന് അവൾ പറഞ്ഞെന്ന് പറയും. എന്നാൽ നീ ഒരു 1-2 ലക്ഷം കൊടുത്തിട്ട് ബാക്കി എനിക്ക് തരാൻ പറയും. പിന്നെ ബാക്കി നീ എടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഒരു ബിസിനസ് നടത്താനാന്ന് പറയും. ബിസിനസ്സിനാണെങ്കിൽ നീ എടുത്തോ, എന്നിട്ട് ബാക്കി എന്നെ എനിക്കും തരണമെന്നൊക്കെ പറഞ്ഞ് ജലജ പറയുന്നുണ്ട്. അന്നേരം എന്നാൽ പിന്നെ ഞാൻ അമ്മായിയെ ചെന്ന് ഇതൊക്കെ ഒന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ ജലജ പറയുന്നുണ്ട്, സൂക്ഷിച്ചൊക്കെ പറയണം, വേറെ ആരും അറിയരുതെന്ന് ഏട്ടത്തിയോട് പ്രത്യേകം പറഞ്ഞേക്കണം എന്നൊക്കെ പറയും. അതൊക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് അഭി അകത്തേക്ക് ചെല്ലുന്നുണ്ട്. തങ്ങളുടെ പ്ലാൻ എന്നാണെങ്കിൽ ഈ പ്രാവശ്യം സക്സസ് ആകും, അപ്പം കുറച്ച് ക്യാഷൊക്കെ കയ്യിൽ കിട്ടുമല്ലോ എന്നൊക്കെ ഓർത്ത് ഒരുപാട് പ്രതീക്ഷയോടെയാണ് ദേവയാനിയുടെ അടുത്തേക്ക് പോകുന്ന അഭിയെ നോക്കി നിൽക്കുന്ന ജലജ. ദേവയാനി തൻ്റെ ആഭരണങ്ങളെല്ലാം എടുത്ത് നോക്കി ഫാഷനൊക്കെ ചെക്ക് ചെയ്യണം. എന്നിട്ട് പറയുന്നുണ്ട് മനസ്സിൽ, ഇതെല്ലാം മാറ്റി വാങ്ങണം, എൻ്റെ മരുമോൾ ഡിസൈൻ ചെയ്ത പുതിയ ഫാഷനിലുള്ള എല്ലാ സ്വർണ്ണങ്ങളും എനിക്ക് മേടിക്കണം, എന്നിട്ട് എനിക്കാണെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് പിന്നീട് അത് അവൾക്ക് തന്നെ എല്ലാം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരുന്നാണ് ഇതെല്ലാം നോക്കുന്നത്. ആ സമയത്താണ് അഭി അങ്ങോട്ട് വരുന്നത്. അമ്മായി എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. എന്താ? നീ പറഞ്ഞോളാൻ പറയും. അമ്മായി ഈ പറയുന്ന കാര്യം ആരോടും പറയരുതെന്ന് പറയുന്നുണ്ട്, ഈ വീട്ടിൽ ആരും അറിയരുതെന്നും. എന്നാലും നീ പറ, പിന്നെ പറയാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പറയുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ പറയാതിരിക്കാൻ നോക്കാം എന്നൊക്കെ പറയും. അമ്മായി അങ്ങനെ ആരോടും പറയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയത്തുള്ളൂ എന്ന് പറയും. എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും,
അമ്മായി ഇതുവരെ അമ്മായിക്ക് കരൾ തന്ന പെൺകുട്ടിയെ അന്വേഷിച്ച് നടക്കുകയല്ലായിരുന്നു. അത് ഇതുവരെ കണ്ടെത്താൻ അമ്മായിയെ കൊണ്ട് പറ്റിയില്ല. ഞാൻ ആ പെൺകുട്ടിയെ കണ്ടെത്തിയെന്ന് പറയും. ആഹാ, നീ കണ്ടെത്തിയോ എന്ന് ചോദിച്ചിട്ട് ദേവയാനി മനസ്സിലോർക്കുന്നുണ്ട്. ഇനി നയനമോൾ എനിക്ക് കരൾ തന്ന കാര്യം ഇവനെങ്ങാനും കണ്ടെത്തിയോ എന്ന്. അന്നേരം എന്തായാലും ഇവൻ എവിടെ വരെ പോകും നോക്കട്ടെ എന്ന് മനസ്സിലിങ്ങനെ ഓർത്തിട്ട് ചോദിക്കും, എവിടെ ഉള്ളത് ആ പെൺകുട്ടി എന്ന് ചോദിക്കും. ഇവിടെ അടുത്ത് തന്നെയുള്ള 5-6 കിലോമീറ്റർക്ക് അപ്പുറത്താന്ന് പറയും. അപ്പം ദേവയാനി മനസ്സിലോർക്കാൻ നയനമോടെ വീട് ഇവിടുന്ന് 5-6 കിലോമീറ്റർക്ക് അപ്പുറത്താണല്ലോ എന്ന്. പിന്നെ ആ പെൺകുട്ടി ഇവിടെ ഇല്ലെന്നാണല്ലോ എല്ലാവരും പറഞ്ഞെന്ന് പറയും. അവർ വന്നിട്ടുണ്ട്, ഇപ്പം കുഴപ്പമൊന്നുമില്ല, കാണാമെന്ന് പറയും. എന്നാൽ ഞാനും വന്ന് നിൻ്റെ കൂടെ വന്ന് കാണാമെന്ന് പറയുന്നുണ്ട്. അമ്മായി ഇവിടെ എല്ലാവരോടും ചോദിച്ചില്ലായിരുന്നോ ആരാ കരൾ തന്നതെന്ന്, എന്നിട്ട് ആരെങ്കിലും പറഞ്ഞു തന്നോ? അതുകൊണ്ട് ഞാൻ തന്നെ അവസാനം അങ്ങ് അന്വേഷിച്ച് കണ്ടെത്തി. ഇനി അമ്മായി അതിന് വേണ്ടി അന്വേഷിച്ച് നടക്കുകയൊന്നും വേണ്ട. ഞാൻ ആദ്യം ഹോസ്പിറ്റലിൽ ചെന്നൊന്ന് തപ്പി എടുത്തായിരുന്നു. അന്നേരം അവിടുന്ന് ഒരു നേഴ്സിൻ്റെ വായിൽ നിന്നാണ് എനിക്കിപ്പോൾ ആരാണ് ഈ കരൾ തന്ന പെൺകുട്ടി എന്നുള്ള ഡീറ്റെയിൽസൊക്കെ കിട്ടിയത്. ഞാൻ അവളുടെ വീട്ടിലൊക്കെ പോയി അവളെ കണ്ടായിരുന്നു എന്നൊക്കെ പറയും. അന്നേരം മനസ്സിൽ ഓർക്കുന്നുണ്ട് ദേവയാനി, ഇവൻ ഏതോ ഒരു പെൺകുട്ടിയെ തട്ടിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അവളെ വെച്ച് കാശ് ഉണ്ടാക്കാനുള്ള പരിപാടിയായി ഇവനെ ശരിക്കും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലോർക്കും. എന്നിട്ട് പറയാം, എന്തായാലും നീ കണ്ടുപിടിച്ചു തന്നല്ലോ, നമുക്ക് ആ പെൺകുട്ടിയെ പോയി കാണാൻ കേട്ടോ എന്ന് പറയും. ശരി അമ്മായി എന്ന് പറഞ്ഞ് അഭി അങ്ങ് പോകും. ദേവയാനി ജയൻ ഒരുങ്ങുന്നിടത്തിട്ട് ചെന്നിട്ട് പറയും, നിങ്ങളാരും എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ കാണിച്ചു തന്നില്ലല്ലോ, അവസാനം ഞാൻ തന്നെ കണ്ടെത്തിയെന്ന്. അത് കേൾക്കുമ്പോൾ ജയൻ ഞെട്ടിപ്പോകുന്നുണ്ട്. കണ്ടെത്തിയോ? എവിടെയാ, ആരാന്നൊക്കെ ചോദിക്കും. ആരാന്നൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് അറിയാവുന്ന പെൺകുട്ടിയും ഞാൻ കണ്ടെത്തിയ പെൺകുട്ടിയും ഒരാളാണെന്ന് അറിയണമെങ്കിൽ ആദ്യം ആ പെൺകുട്ടി ആരാണെന്ന് ജയേട്ടൻ പറയാൻ പറയും. എൻ്റെ മനസ്സിലുള്ള കാര്യം അറിയാൻ വേണ്ടി അവൾ നമ്പർ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയത്തില്ല എന്ന് ജയനും മനസ്സിലോർക്കും. ആ പെൺകുട്ടിയുടെ പേര് പോലും ഞാൻ തന്നെയല്ലേ കണ്ടുപിടിച്ചെന്ന് പറയും. നയനെന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് ജയൻ പറയുന്നുണ്ട്. അതും കണ്ടുപിടിച്ചത് ഞാനല്ലായിരുന്നോ? അതുകൊണ്ട് എന്തായാലും അടുത്ത ദിവസം തന്നെ ഞാൻ ആ പെൺകുട്ടിയെ കാണും, ആരാ ഏതാന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചെന്നൊക്കെ പറയും. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് ജയൻ ഇറങ്ങി അങ്ങ് പോകുന്നുണ്ട്. എന്നിട്ട് ജയൻ ചെന്ന് നയനയോട് പറയും, മോളെ ഒരു പ്രശ്നമുണ്ട്, നയന എന്ന് പറഞ്ഞ് പെൺകുട്ടിയെ കണ്ടെത്തിയെന്ന് പറഞ്ഞ് ദേവയാനി എന്നോട് പറഞ്ഞു. കരൾ തന്ന പെൺകുട്ടി ആരാണെന്നൊക്കെ അവൾ മനസ്സിലാക്കിയെന്ന് പറയും. മോളെക്കുറിച്ചാണോ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് മോൾ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ലണം. എന്നിട്ട് മോളെക്കുറിച്ചുള്ള സംസാരമോ കാര്യങ്ങളോ വല്ലതും വരികയാണെങ്കിൽ മോളെക്കുറിച്ചാണെന്ന് മനസ്സിലാകുമല്ലോ. അല്ലെങ്കിൽ നമുക്ക് അവളെ ആരെങ്കിലും പറ്റിക്കാനോ വല്ലതും നോക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയണ്ടേ എന്ന് ജയൻ പറയുന്നത് കേൾക്കുമ്പോഴത്തേന് നയന പറയുന്നുണ്ട്, അങ്ങനെ ഒരിക്കലും സംഭവിക്കരുതല്ലോ അച്ഛാ. അത് കാരണം നമുക്ക് എങ്ങനെയും അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കണമെന്ന് പറയും. എത്ര നാളെന്ന് വെച്ചാൽ മോളെ ഇതൊക്കെ ഇങ്ങനെ മൂടി വെക്കുന്നത്? എന്നായാലും സത്യം തുറന്നു പറഞ്ഞേ പറ്റത്തുള്ളൂ. അത് താമസിയാതെ തന്നെ അത് പറയേണ്ടി വരും. അല്ലെങ്കിൽ അയാളെ ആരെങ്കിലുമൊക്കെ കളിപ്പിച്ച് കാശ് തട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് പറയും. എന്തായാലും മോള് വീട്ടിലേക്ക് പെട്ടെന്ന് എന്ന് പറയും. ഞാനെന്നാൽ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് നയനെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അഭിയുടെ അടുത്തേക്ക് ചെല്ലുന്ന ദേവയാനി ചോദിക്കുന്നുണ്ട്, അഭി നീ ആ പെൺകുട്ടിയെ കണ്ടു എന്നൊക്കെ അല്ലേ പറഞ്ഞത്? അവളുടെ എല്ലാ ഡീറ്റെയിൽസും നിനക്ക് കിട്ടിക്കാണുമല്ലോ. അപ്പോൾ പിന്നെ ആ പെൺകുട്ടിയുടെ ഫോൺ നമ്പർ നിനക്കറിയത്തില്ലേ? ആ കുട്ടിയായിട്ട് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് ആദ്യം ഒന്ന് പതറുന്നുണ്ട് അഭി. എന്നിട്ട് പറയും, അതിനെന്താ, ഞാനിപ്പം വിളിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞ് ആ ശരണ്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി ഫോൺ എടുക്കുന്ന ഉടനെ ചോദിക്കുന്നത്, എന്താടാ നീ ഇനി 10 ലക്ഷം എന്നുള്ളത് 5 ലക്ഷം ആക്കി കുറയ്ക്കാൻ വേണ്ടിയാണോ ഇപ്പം വിളിച്ചെന്ന് ചോദിക്കും. അതല്ല, അമ്മായി എൻ്റെ അടുത്തുണ്ട്, അമ്മായിക്ക് കുട്ടിയോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഫോൺ കൊടുക്കാമെന്ന് പറയും. അതിനെന്താ കൊടുക്കുമെന്ന് പറയും. എന്നിട്ട് ദേവയാനി ഉടനെ ഫോൺ മേടിച്ച് ഹലോ എന്ന് വെക്കുമ്പോഴേ ആ പെൺകുട്ടി ചോദിക്കും, എന്താ മാഡം എന്തിനാ വിളിച്ചെന്ന്. അതല്ല, മോളാണ് എനിക്ക് കരൾ തന്നെന്ന് ഞാൻ അറിഞ്ഞു. ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടി അങ്ങനെയൊന്നും ചെയ്യാറില്ല, എന്നിട്ടും ചെയ്ത മോളെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മോൾക്ക് അതിനുള്ള തക്ക പ്രതിഫലം ഞാൻ തരുമെന്നൊക്കെ പറയും. മാഡം, ഞാനതൊന്നും പ്രതീക്ഷിച്ചല്ല ചെയ്തത്. ഞാനങ്ങനെ പല സന്നദ്ധ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് പലർക്കും ഓരോ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ എന്നൊക്കെ പറയും. എന്നാലും എനിക്ക് കുട്ടിയൊന്ന് കാണണമല്ലോ എന്നൊക്കെ പറയും. അതിനെന്താ, നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാമെന്ന് ആ പെൺകുട്ടി പറയും. അന്നേരം നയനെന്നാണോ പെൺകുട്ടിയുടെ പേരെന്നറിയാനായിട്ട് ദേവയാനി ചോദിക്കും, എന്താ മോടെ പേരെന്ന്. എന്നാൽ പറയും, ശരണ്യെന്നാന്ന് പറഞ്ഞു. ശരണ്യെന്നാണോ എന്ന് ചോദിക്കണം. പറയും, അല്ല, എൻ്റെ ഒഫീഷ്യൽ നെയിം അതാണ്, പക്ഷേ വീട്ടിൽ വിളിക്കുന്നത് നയനെന്നാണെന്ന് പറയും. എന്നാൽ ശരി, ഞാൻ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെ പറയും.
എന്നിട്ട് അഭിയോട് പറയും, എന്നാൽ നമുക്ക് അടുത്ത ദിവസം പോയി തന്നെ ആ കുട്ടിയെ കാണണം കേട്ടോ എന്ന് പറയും. പിന്നെ ആ കുട്ടിയെ കാണാൻ പോകുന്ന അന്നേരം എൻ്റെ കയ്യിൽ 50 ലക്ഷത്തിൻ്റെ ഒരു ചെക്കും കാണുമെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേനും അഭിക്ക് ഭയങ്കര സന്തോഷം. എന്നിട്ട് പറയും, ആ 50 ലക്ഷം ഞാൻ ആ കുട്ടിക്ക് കൊടുക്കും, ആ കുട്ടി അന്ന് തന്നെ അത് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യാൻ പറയണം കേട്ടോ എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ ഇതൊക്കെ ആ കുട്ടി എനിക്ക് കാണിച്ചു തന്നാൽ നിനക്കും തക്കതായ പ്രതിഫലം ഞാൻ തരുന്നുണ്ടെന്ന് പറയും. ഓ അങ്ങനെയൊന്നും വേണ്ട അമ്മായി, അമ്മായിയുടെ സങ്കടം കണ്ടുകൊണ്ട് ഞാൻ അങ്ങ് സഹായിച്ചെന്നേ ഉള്ളെന്നൊക്കെ അഭി വലിയ ജാടയടിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പറയും, എന്തായാലും ആ കുട്ടിയുടെ അക്കൗണ്ടിലോട്ട് അല്ലെങ്കിൽ നമ്പർ മേടിച്ചിട്ട് ഇട്ടെങ്കിലും കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറയും. അയ്യോ അത് വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് എങ്ങനെയും ആ ചെക്ക് മേടിപ്പിക്കാൻ നോക്കാവുന്ന. അക്കൗണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടി എങ്ങനെയും പൈസ കൊടുത്തില്ലല്ലോ എന്ന് ഓർത്തായിരിക്കും അഭി പെട്ടെന്ന് പറയുന്നത്, നമുക്ക് ആ ചെക്ക് എങ്ങനെയും മേടിപ്പിക്കാമെന്ന്. എന്നാൽ ശരി, നാളെ തന്നെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഉറപ്പ് കൊടുക്കുന്നുണ്ട് ദേവയാനി. അത് കേൾക്കുമ്പോഴത്തേനും അഭി സന്തോഷത്തോടെ അകത്തോട്ട് പോകും. അപ്പം അഭിയെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ദേവയാനി. അന്നേരം മനസ്സിലോർക്കുന്നുണ്ട്, ഏതോ ഒരു പെൺകുട്ടിയെ കാണിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് അടിച്ച് മാറ്റാനായിട്ട് ഉള്ള പ്ലാൻ ഒപ്പിക്കുകയാണ് ഇവിടെ പലരും. എല്ലാവരുടെയും മുഖംമൂടിയൊക്കെ ഞാൻ വലിച്ചു കീറും. എനിക്ക് എൻ്റെ മരുമോളെ നന്നായിട്ട് അറിയാം, എനിക്ക് കരൾ തന്ന ആരാണെന്നും അറിയാം. ഇവനൊക്കെ ഇങ്ങനെ ഓരോരോ കള്ളത്തരം കാണിക്കുന്നതിന് ഇവനൊക്കെ മറുപടി നന്നായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് ദേഷ്യപ്പെട്ട് മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ദേവയാനിയുടെ മുഖം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.